നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു നെയ്പത്തിരിയുടെ റെസിപ്പിയാണ്. നമ്മളെല്ലാവരും നെയ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. അത് പത്തിരിപ്പൊടി കൊണ്ടോ ഇല്ലെങ്കിൽ പുഴുങ്ങലരി പൊടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും. ഞാനിവിടെ പുട്ടുപൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചെമ്പ പുട്ടുപൊടി കൊണ്ട്. സാധാരണ വൈറ്റ് പുട്ടുപൊടി കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. ഇത് ചെമ്പ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ ചെമ്പ പുട്ടുപൊടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയില്ല ബാക്കിയുള്ളത് പറ്റുമോ എന്നുള്ളത്. ഞാൻ ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം. കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കുറച്ച് ഉള്ളിയും കൂടെ ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി ചേർത്തിട്ടാണ് ചതക്കേണ്ടത്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 കഷ്ണം സവാളയാണ് ചേർത്തത്. നമ്മൾ സാധാരണ നെയ്പത്തിരിക്ക് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ തേങ്ങാക്കൂട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് 1 കപ്പ് പൊടിയാണെങ്കിൽ 1.25 കപ്പോളം വെള്ളം എടുക്കുക. 1.25 അല്ലെങ്കിൽ 1.5. വൈറ്റ് പുട്ടുപൊടിയാണെങ്കിൽ 1.5 കപ്പ് തന്നെ വെള്ളം എടുക്കുക. അതായത് ആ വൈറ്റ് പുട്ടുപൊടിയിൽ കുറച്ച് നല്ലോണം വെള്ളം വേണം. ഇതിൽ ഞാനൊരു 1.25 കപ്പിൻ്റെ അത്രയാണ് വെള്ളം വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം തിളച്ച വെള്ളം തന്നെ ചേർക്കണം. ഞാനൊരു 1.25 കപ്പ് വെള്ളം ആദ്യം ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചു. ഇളക്കൊന്നും ചെയ്യാതെ ആ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കണം. അപ്പോഴേക്കും നമ്മൾ തേങ്ങയൊക്കെ ചതച്ചെടുക്കുക. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സാധാരണ പുട്ടുപൊടിയിൽ ചേർക്കുന്നതും അല്ലെങ്കിൽ പത്തിരിപ്പൊടിയിൽ ചേർക്കുന്ന അത്രയും വെള്ളം ചെമ്പ പുട്ടുപൊടിയിലേക്ക് ആവശ്യമുണ്ടാവില്ല. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോൾ അതിൽ വെള്ളം കുറവാണ്. ഞാൻ 1 കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചത്. 1 കപ്പിലും കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ, ജീരകം, ഉള്ളി ഇതെല്ലാം ചതച്ചത്. പിന്നെ കുറച്ച് എള്ള് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മളൊരു ചെറിയ ചൂടോടുകൂടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. തണുത്ത് പോരുത്, തണുക്കാതെ തന്നെ കുഴച്ചെടുക്കുക. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർത്തിട്ട് കുഴക്കണം. തണുത്ത വെള്ളം ചേർത്ത് കുഴക്കരുത്. അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് നല്ല ഒരു മാവായിട്ട് കുഴച്ച് കിട്ടും. എന്നിട്ടിത് നമുക്കൊരു പ്രസ്സിലോ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പത്തിരിക്ക് പരത്താറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ പരത്തി നമുക്ക് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. മേലെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാകും, എന്നാൽ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാകും. നന്നായി പൊങ്ങി വരികയൊക്കെ ചെയ്യും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി പത്തിരിപ്പൊടി ഇല്ല വിചാരിച്ചിട്ട് നെയ്പത്തിരി ഉണ്ടാക്കാതെ നിൽക്കേണ്ട. അപ്പോൾ പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് നെയ്പത്തിരി ഉണ്ടാക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.